അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങള് എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും കാലം ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 5:18 ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ട് നിറവേറും. എന്താ കാര്യം? ഉൽപ്പത്തി 28:15 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 28:15 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 28:15 നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ. ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് ഇടിമുഴക്കം പോലെ പറഞ്ഞ് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞങ്ങൾ വാഗ്ദാന വചനത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ്? കർത്താവ് എന്നെ കൈവിടത്തില്ല, അതവൻ്റെ വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവ്. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാം, കർത്താവ് ഈ കണ്ണീരിന്റെ കാലത്ത് എന്നെ കൈവിടത്തില്ല, കുടുംബത്തെ കൈവിടത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും ഒരുമിച്ച്, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ദ പ്രസൻസ്
ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസൻസ്. നിങ്ങൾ തൈലം എടുക്കുമ്പോൾ എപ്പോഴും പ്രസൻസിനെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം, നീ തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. സന്തോഷത്തോടെ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം, അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ. അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല. നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ നിങ്ങൾ ജപ്തി നടപടി മാറുക എന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റീജ അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റീജ അഗസ്റ്റിന് അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ. അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30 പോകേണ്ടത്. പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച്, അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ചു വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും. ഒരു 3 മാസമൊക്കെ നിൽക്കും അത്. അപ്പോൾ അതുകൊണ്ട് 5:30 പോകേണ്ട ആൾ 4:30 പോകണം. അപ്പോൾ 4:30 പോയി ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഭർത്താവാണ് സാധാരണ എടുക്കണത് വണ്ടി. ഗാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം, കുറച്ച് ദൂരത്തിലാണ്. ഇപ്പോൾ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് നീ പോയി വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. 4:30 വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്. എങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഇവരൊരുമിച്ച് പോകണം. കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷമാണ് ജോലി. ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലിയിടയ്ക്ക് നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്.
അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോൾ എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം ഉൽപ്പത്തി 28:15 എന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്നവരെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടിമുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിലാണ് ഈ അഷ്വറൻസിൽ അമ്മ കൂടെ വരണത്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങൾ സഞ്ചാരി മാതാവെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലായിരുന്നു. ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്, ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവെന്നൊന്നും ആരും പറഞ്ഞില്ല. എല്ലാ മാതാവില്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുമ്പോഴോ ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ സ്തുതിയിടലിൽ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരനാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം, എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പോൾ ഇവർക്ക് ഈ റിജയ്ക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്, 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു നമ്മളൊക്കെ 8 മണിക്കൂർ ജോലിയാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT എടുത്ത് ജോലി ചെയ്യും. ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായിപ്പോൾ ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പോൾ അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ട് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അത് എൻ്റെ പേരിൽ നിന്ന് ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്തില്ലേ, കിട്ടുക വരുവോ ഇല്ലേ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്? എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും.
അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ? എന്താണ്? വചനമാണ്. വചനം നമുക്കറിയാം. വചനത്തിന് ചുരുളെന്നല്ല പറയണത്. അവളത് പറയുന്നുണ്ട്, ഒരു ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വായിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞത്, നീ ചെയ്യാവുന്നതല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഒരു ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ അത് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങള് വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവ കരുത്ത് നൽകണമേ. അഭിഷേകത്താൽ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നിബന്ധനകളും പാലിക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ടിൻഡു മാനന്തവാടിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യത്തിൽ നിന്നാണ് ഉടമ്പടിയുടെ നിലവാരം നമ്മൾ അറിയണത്, പ്രസൻറ്റ് നിലവാരം. ടിൻഡു മാനന്തവാടി സാക്ഷ്യം എന്താണ്? അവർ മാലദ്വീപ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ നിന്ന് പോകാം, അവർക്ക് UK വിദേശത്തേക്കോ ഒരു ഇൻ്റർവ്യൂവും ഇല്ലാതെ, അതുപോലെ തന്നെ ഒരു ഏജൻറ്റും ഇല്ലാതെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വിസ കിട്ടിയ ആളാണ്. എന്താ കാര്യം? അങ്ങനെ കിട്ടാൻ കാര്യം എന്താ? ഏജൻറ്റ് പോലും ഇല്ലാതെ എന്താ കാര്യം? ഇവർ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്ത്. അവരെന്താ പറഞ്ഞത്? അവർ ഒരു കെട്ട് പത്രം വാങ്ങിക്കുന്നതിന് പകരം ഇവർ 2000 പത്രം വാങ്ങിച്ചിരിക്കണം. 2000 പത്രം വാങ്ങിച്ചിട്ട് കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ, മാനന്തവാടിയല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി സ്കൂളുകളിൽ കൊടുത്തിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? പുതിയ തലമുറ കർത്താവിനെ അറിയണം. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉടമസ്ഥ ജോലിയാണ് ചെയ്യണത്. നിങ്ങളെ ചിലരും ഈ ഉടമ്പടി വാടകക്കാരാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു ഉടമ്പടിക്കാലത്ത്, അതല്ല. അപ്പോൾ വാടകക്കാരും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നോ എന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല, വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ. ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം. ഇപ്പം ടിൻഡു എന്താ പറയണത്? പുതിയ തലമുറ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കും. എന്താ കാര്യം? കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ, അപ്പോൾ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത്. കുട്ടികൾ ദൈവത്തെ അറിയണം. എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും, ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും. ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താണ്? അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാര്യം ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത്. അപ്പോൾ അതായത് പ്രസിൻഡ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ ദിവസങ്ങളിൽ പ്രസിൻഡ പറയണത്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു, ഇനി ആത്മഹത്യയെ വഴിയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന്, ആളെ ഞാൻ കണ്ടില്ല, എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം ഇട്ട്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഇത് ഇന്നലെ അപ്പിയിരിക്കണതാണ്. അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ലൈഫ് അത്രയും പോയായിരുന്നു, അത്രയും ലൈഫ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട്. എന്താണ്? എന്നെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാക്കി മാറ്റണം, ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം.
അപ്പോൾ അവർക്ക് അവർ 10-25 വയസ്സുള്ളതെന്ന് തോന്നണം. പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി എടുക്കുന്നത് അവിടെ ജോലിയോ ഒന്നുമല്ല, അവിടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ, എനിക്ക് എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ, എന്നെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവരെഴുതുന്നത്. അവരെങ്ങനെയാണ് അത് എഴുതിയെന്ന് അവർക്കറിയത്തില്ല. അതിൽക്കൊണ്ട് അവർ ഷീസയുടെ കാത്തലിക്. അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും, കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും, പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും, കർത്താവ് സാധിക്കുന്നവരൊക്കെ പോകും. അപ്പോൾ മറ്റു സഭകളിലെ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കടാ. അതായത് അവർ പറയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത്, അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല. അപ്പോൾ അവർ പറയും, പക്ഷേ എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയ, അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത്. അതാണ് പ്രശ്നം, അതാണ് അവർ പറയണത്. ഞാനിങ്ങനെ എഴുതിയോ, ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരെഴുതിയാണ്, എന്നെ ഈശോയുടെ മകളാക്കണമേ, എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പക്ഷേ എഴുതി കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല, കാരണം അവർക്കറിയാൻ പറ്റത്തില്ല, അതിനുള്ള സൗകര്യം അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്തില്ല താനും. ദിവസം കുർബാനയുള്ള പള്ളി ഇല്ല അവിടെ, ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല. അപ്പോൾ അവരോർക്കുമേ ഇതെന്ത് പരിപാടി, ഞാനെന്താ ഇങ്ങനെ എഴുതിയത്, എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും, എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഡെസ്പായി നടക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സഭയിലെ കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും. ഇവിടെ അതായത് ഈശോ തിരിച്ചു വരെ വിളിക്കുകയാണ് ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട്. അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ, അതായത് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്യും. ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരണത്. അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രിൻസായെ പോലെ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങയെ ഓർക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും എന്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം പുനർക്രമീകരിക്കണമേ. ദൈവസ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയിൽ അത് പരിഹരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും രോഗം, അവൾക്ക് രോഗം, അവൾക്ക് ജോലിയില്ല, വിവാഹം ഒക്കണില്ല, സാമ്പത്തിക കടം, ഇങ്ങനെ കുറേ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഇവള് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദ്യം എഴുതണത് എന്താണ്, എനിക്ക് ഈശോയുടെ മോളായിട്ട് ജീവിക്കണം, എനിക്ക് എല്ലാ ദിവസവും കുർബാന കൂടണം. നിയോഗമായിട്ട് വെച്ചിരിക്കണതേ, നിയോഗം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കാത്ത കാര്യമാണല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്തോ ഒരു വിഷയത്തിന്, അപ്പോൾ ഉടമ്പടി എടുത്തോടുകൂടി ഇവളൊരു പള്ളിയിൽ പോയി അപ്പോൾ ആ പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കുകയായിരുന്നു. കത്തോലിക്ക പള്ളിയാണ്, കത്തോലിക്ക പള്ളി. അപ്പോൾ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു. അപ്പോൾ ആ പള്ളിയിലൊരു പ്രശ്നമുണ്ട്. അതായത് ഒന്നാം സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴിയുടെ സമയത്ത് ഒന്നാം സ്ഥലത്ത് ആ കുരിശ് ഒരാളെടുക്കും, രണ്ടാം സ്ഥലം വരെ ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും, വലിയ കുരിശാണ്. അപ്പോൾ ആ രണ്ടാം സ്ഥലത്ത് വേറെ ഒരാൾ വന്ന് കുരിശെടുക്കും, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടിട്ട്, കാരണം അവരുടെ പള്ളി കുരിശിൻ്റെ വഴിയില്ല. അപ്പോൾ ഇവൾക്ക് തോന്നി, ഈശോ ഒരു സ്ഥലത്ത് എങ്കിലും എനിക്ക് ഈ കുരിശെടുക്കാനൊന്ന് പറ്റിയെങ്കിൽ, പക്ഷെ ഞാനീ പള്ളിക്കാരത്തിയല്ല. അതാണ്.
പക്ഷെ ഉടനെ പരിശുദ്ധാത്മാവ് അവർക്ക് നോട്ട് കൊടുക്കും, പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എടുത്താൽ മതി എന്ന് പറയും. കാരണം വീട്ടിൽ അപ്പന് രോഗമാണ്, അവൾക്ക് ജോലിയില്ല, വീടില്ല, പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അമ്മയ്ക്കുണ്ട് അസുഖം, ഇപ്പോൾ ഇവൾക്കുണ്ട് അസുഖം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നത്തിൽ അവൾ പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അത് എൻ്റെ പേരിൽ എടുത്താൽ മതിയെന്ന്. അപ്പോഴേ എനിക്ക് തോന്നിയ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നേരത്തെ. ഇപ്പോൾ 9:23 ഇല്ലേ, ടേക്ക് ദ ബെഡ് ഓഫ് ലൂക്ക 9:23. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ലൂക്ക 9:23 അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ്തലോർഡ്. അതാണ് ഈശോ അവൾക്ക് കൊടുത്തത്. അവൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വചനം കിട്ടിയോണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇപ്പോൾ അനുദിനം അനുഭവിക്കുന്ന കുരിശുകളില്ലേ, ഈ കുരിശുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അളിഞ്ഞ മോന്തമായിട്ട് ഇത് എപ്പോഴാണോ ഈ ശാപം ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാഗിയാണ് നമ്മൾ സംഭവം ചെയ്യണത്. ശമയം പോലും ഇത്രയും പ്രാഗി കാണത്തില്ല ഇത്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തത്, ഈശോ പറഞ്ഞാൽ അത് ഈശോയുടെ വചനപ്രകാരം ഈ ക്ലേശങ്ങളെ ഈശോ അനുവദിക്കുന്നവരെ ദൈവസ്നേഹത്തോടെ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക കുരിശ് അനുദിന ജീവിത കുരിശ് രോഗങ്ങളായാലും കടമായാലും മറ്റു ഭാരമായാലും അങ്ങ് ഏറ്റെടുക്കുന്നവരെ ശമയോനെ പോലെ അങ്ങയോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാൻ എന്നെ പ്രത്യേകമായി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പം ഈ ദൈവസ്നേഹത്താൽ നമ്മളിപ്പോൾ ഇപ്പോൾ ആ ടിൻഡു ടീച്ചറിൻ്റെ വിഷയം എന്താണ്, അവരെ നമ്മളെ 10-20 പത്രമാണ് നമുക്ക് കിട്ടണത്. അതിന് ആ 20 പത്രം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. 5 എണ്ണം ഇപ്പോൾ കൊടുത്ത് 2 എണ്ണം അടുത്ത ദിവസം കൊടുത്ത് അങ്ങനെ ഇത് എപ്പോഴെങ്കിലും 30 ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർത്താൽ മതിയല്ല വിചാരിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും, എവിടെ കൊടുക്കും എന്നറിയാൽ അതല്ലാതെ അവർ വല്ലതും നമ്മളെ കളിയാക്കുമോ, വല്ലതും നമ്മളെ പറയുമോ വല്ലതും. ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടിയാണ്. ഇതൊരു ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണ്. ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടി. അങ്ങനെ വന്നാൽ എന്ന് നിങ്ങൾ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിനെ കൈമാറാൻ നിങ്ങൾ സമൂഹത്തെ പേടിക്കാതിരിക്കുന്നു, അതോടുകൂടി നിങ്ങൾ ദൈവസന്തതിയായി മാറും. ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങും. ക്രിസ്തുവിനെ കൈമാറാൻ കൂട്ടുകാരെയോ നാട്ടുകാരെയോ പേടിക്കാത്ത ഒരു അഭിഷേകം കിട്ടണം. അത് പ്രധാന കാര്യം എന്താ പറഞ്ഞാൽ, ഈ ദിവസങ്ങളിലെ അക്ഷിത അരൂരെന്ന് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ അക്ഷിതയുടെ സാക്ഷ്യം കേൾക്കണം. ഇപ്പം 50,000 ആൾക്കാർ കണ്ടു. അക്ഷിതയുടെ ഒരു പ്രോബ്ലം, അക്ഷിത ഒരു IIT സ്റ്റുഡൻ്റാണ്, PhD PhD. അപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ്, ടോപ്പ് വിദ്യാഭ്യാസം. ഇപ്പോൾ അത് ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഒരു സ്ഥാപനം നമുക്ക് IIT കോഴിക്കോട്, പിന്നെ മദ്രാസ് IIT, പിന്നെ ഡൽഹി IIT, പിന്നെ അവിടെ തിരുച്ചിറപ്പള്ളിയിലൊക്കെ ഉണ്ട് IIT. അപ്പോൾ ഈ IITയിൽ PhD എടുക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് അവരുടെ എതിരാളികളായിട്ട് വരണത്. കാര്യം ഈ IITക്കാരെല്ലാം ടെക്നിക്കൽ സയൻസ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കണെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, നീ സയൻസ് തന്നെയാണ് പഠിക്കണത്, അതാ ഈ ഭക്തിഭ്രാന്ത് മൂത്ത് നടക്കണമെന്ന് അവർ കൂട്ടുകാർ ചോദിക്കും. നീ സയൻസ് സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കണേ ഇതാണ്, നീ ഭക്തിഭ്രാന്ത് മൂത്ത് മാതാവിനെ കണ്ടെന്ന് ഈ വിശേഷം നീ ഇവിടെ പറയരുതെന്ന് പറയും. അവർ വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മളെ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് അവരുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ വല്ല സാക്ഷ്യമോ അതുപോലെ തന്നെ നമ്മൾ വല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കളയും. ഉടനെ പിശാചുക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, വചനം കേൾക്കുമ്പോൾ അവർ വിരളി പിടിക്കുമോ, അപ്പോൾ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവർക്ക് പേടിയാണ്.
ഒന്ന് ഇടാൻ വേണ്ടി. അപ്പോൾ അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി ഇവരിതൊന്നും ദൈവത്തിൻ്റെ കാര്യമൊന്നും അവരോട് പറയാതായ അവസ്ഥ വന്നു. അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ധൈര്യമാണ്. ധൈര്യമില്ലെങ്കിൽ ഉടമ്പടി എടുക്കരുത്, ദൈവത്തെ പേടിച്ചാൽ മതി. അതുപോലെ ഈ ദൈവത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരും പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് പോവുമെങ്കിൽ അതങ്ങനെ പോട്ട, എന്താ പ്രശ്നം ഇരിക്കണേ? നിങ്ങൾ ദൈവത്തെ ഈശോ അത് ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തെ അറിയാവുന്ന ഈശോ പറഞ്ഞത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കണമെന്ന് ചോദിച്ചില്ലേ? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്ന് പറയുന്ന ആ സ്ഥാനത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇവരെക്കാൾ അധികമായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രസംഗം എടുക്കരുത്. ഇതൊരു നമ്മ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ആത്മീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങൾക്ക് വേണ്ടി സഹായമായി ഒരു ഉപകരണമായി എടുക്കുന്നെന്ന് കരുതിയാൽ മതി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രയോജനമില്ലാത്ത പട്ടിക്കാട്ടങ്ങളെ ഇപ്പം തന്നെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് അവരോട് ഈശോയെക്കുറിച്ച് പറയണം. ധൈര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നമുക്ക് തരേണ്ടത് ധൈര്യമാണ്. നിങ്ങൾ ധൈര്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രാഹത്തിനെയും വിളിച്ചതാണ്, ലോത്തിനെയും വിളിച്ചതാണ് വാഗ്ദാന ഭൂമിയിലേക്ക്. ശരിയല്ലേ? എബ്രാഹത്തിനെയും വിളിച്ചതാണ്, എബ്രാഹത്തിനെ കൂടെ ആരെയും വിളിച്ചതാണ്? ലോത്തിനെയും വിളിച്ചതാണ്. എന്നിട്ട് എബ്രാഹത്തിൻ്റെ ഗതി എന്ത്, ലോത്തിൻ്റെ ഗതിയുണ്ട്. അവിടെയാണ് പ്രശ്നം. ഉടമ്പടി എടുത്തവർ നിങ്ങൾ ചിലപ്പോൾ അയൽവാസികളായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കാണും. ഇതിപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ കൂടെ കാറ്റോ മാറ്റോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്ന് ഉടമ്പടി എടുത്തതാണ്, അവിടെ എടുത്ത് കാണും. പക്ഷേ അവരുടെ ഗതി എന്ത്, നിങ്ങളുടെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയോട് ആരാണ് വിശ്വസ്തത കാണിക്കണത്, അതാണ് അതിൻ്റെ വിഷയം. ഇപ്പോൾ നിങ്ങൾ വേർപെട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വേർപാടുണ്ട്. ഉടമ്പടി തന്നെ ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു വേർപാട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അനുദിനം വിശുദ്ധിയോടുകൂടി ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13, 14, 15 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ദൈവം അവന് വാഗ്ദാനം ചെയ്ത ഉടമ്പടി വാഗ്ദാനങ്ങളില്ലേ, ഇല്ലേ? നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാൻ പറ്റിയ കാനാൻ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? എബ്രാഹത്തിനെയും വിളിച്ചിട്ടുണ്ട്, ലോത്തിനെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അയൽവാസികളായിട്ടും കൂട്ടുകാരുമായിട്ടും ഹോസ്റ്റലായിട്ടുള്ള ഫെല്ലോസായിട്ടും നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരുടെയും ഭാവി രണ്ട് തരത്തിലാണ്. രണ്ടുപേരുടെയും ഭാവി ഉടമ്പടി എടുത്തുകൊണ്ടല്ല സംഭവം. ഉടമ്പടി നിങ്ങളെടുത്ത നിലപാടാണ് പ്രശ്നം. അതാണ് ഉൽപ്പത്തി 13:12 വായിച്ച്. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രാഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അടുത്ത വചനം. അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. പണിപാളി. ഇനി സോതോമിനെ കുറിച്ച്, അതായത് ഈ രണ്ട് കക്ഷികളെയും ഉടമ്പടി എടുത്ത ആൾക്കാരാണ് എബ്രാഹാം ലോത്തും, അല്ലേ? എന്നിട്ട് എന്താ സംഭവിക്കട്ടെ? ആ ഉടമ്പടിയുടെ ജീവിതമാണ് എബ്രാഹാം നയിക്കുന്നത്. പക്ഷേ ലോത്ത് എന്ത് പേര്? ലോത്ത് നിരീശ്വരവാദികളും തോന്നിവാസികളും സ്വവർഗഭോഗികളുമായിട്ട് ലൂസ്ഡായിട്ടുള്ള ടോക്സ് ഉള്ളവർ, ചുമ്മാ ചളവ് വർത്താനമൊക്കെ പറയത്തില്ലേ, ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്പനികൾ തുടർന്നുകൊണ്ടിരുന്നു ലോത്ത്. അതുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പിഴച്ചവൻ ചെയ്തത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ പറയണത്? അതായത് അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. ഇനി സോതോമിനെ കുറിച്ച് പറഞ്ഞേ. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അതാ പ്രശ്നത്തെ. അതായത് കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവന്മാരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടുകൂടി ഗുഡ് ബൈ പറയണം. മനസ്സിലായോ? ഇത് എപ്പോഴും വളരെ സീരിയസ് വിഷയമാണ്. അവരൊരിക്കലും ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. അശുദ്ധയുടെ വിഷയമാണ് ഞാൻ പറയുന്നത്.
അക്ഷിത PhD അതുപോലെ തന്നെ IIT സ്റ്റുഡൻ്റാണ്. പക്ഷേ അവൾ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. ഉടമ്പടി എടുത്തതിന് ഇപ്പം എടുക്കാനുള്ള കാരണങ്ങൾ അവരുടെ വീട്ടിൽ ഇപ്പം എല്ലാവർക്കും അവളുടെ കൂട്ടുകാരെല്ലാം ജോലി കിട്ടിപ്പോകും. ഇവൾ ഒറ്റപ്പെട്ടാൻ അവൾക്ക് ഈ MBAയുടെ ഇത് കിട്ടണില്ല, നെറ്റ് കിട്ടണില്ല. അപ്പോൾ അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി നാട്ടിലോട്ട് വരണില്ല, മദ്രാസിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ടുകളയാം, ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ടുകളയാം. അപ്പോൾ ലൈഫ് വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു, ഒരു ഡെഡ് എൻഡിലേക്ക് പോവുകയാണ്. ലൈഫ് ഡെഡ് എൻഡായിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഇനി മുന്നോട്ട് വഴിയില്ല, പുതിയ വഴി കാണുന്നുമില്ല, കൂടെ ഉള്ളവരെല്ലാവരും പോയി. നിങ്ങളെപ്പോഴും വിചാരിക്കണം, ആ അക്ഷിത പറഞ്ഞത് ശരിയാണ്, കൂടെ ഉള്ളവർ ആരാണ്, എന്ത് തേൻകട്ടയാണെന്ന് പറഞ്ഞാലും എപ്പോഴും പോകും മക്കളെ. അതുകൊണ്ട് ദൈവത്തിനത് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ ഒരു കാരണവശാലും നിന്നെ വിട്ടുപിരിയാതെ. ടേക്ക് ദ ബെഡ് ഫോർ അറ്റ് എനി കോസ്റ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് പ്രശ്നം. കൂട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ പോകും. ഇതെല്ലാം അവരുടെ വണ്ടി വരണ വരെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡാണ് ജീവിതം. ജീവിതം ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെയാണ്. നിങ്ങൾ വലിയ ചിലപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഭക്ഷിച്ച് കഴിക്കുമായിരിക്കും. അതായത് ഇരയെ കളയണ പോലെ ആ ബന്ധുവും പോകും. കുറച്ച് കഴിയുമ്പോൾ നിന്ന നിപ്പിൽ അവരവരാൻ കയറിപ്പോവും, അവരുടെ ലയങ്ങളിലേക്ക് പോയി. അപ്പോൾ എപ്പോഴും വിഷയിക്കണം, നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആളോടായിരിക്കണം നമുക്ക് ശാശ്വതമായ ബന്ധമുണ്ടാകണത്. ഉടമ്പടി ഒരു വിട്ടുപിരിയാത്ത, നമ്മളെ ഒരു കാലത്തും വിട്ടുപിരിയാത്ത ആളുമായിട്ടുള്ള ഒരു ശാശ്വതമായ ബന്ധമാണ് ഉടമ്പടി. അതിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്. ദൈവത്തിന് തിരിച്ചറിയണം, നിൻ്റെ കൂട്ടുകാരെക്കാളും വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിങ്ങളുടെ എല്ലാം ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. മനസ്സിലായില്ലേ? നീ അത് പതുക്കി വെക്കരുതെന്ന് അർത്ഥം. പല ആൾക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയാണ്. ഉടമ്പടി ഒരു പ്രൈവറ്റ് അഫെയർ അല്ലെന്നാണ് ഈശോ പറയണത്, അതൊരു പബ്ലിക് അഫെയറാണ്. ഉടമ്പടി പലരും എടുത്തിട്ടുണ്ട്, പക്ഷേ എന്താ സംഭവം? പക്ഷേ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പക്ക ബ്ലാക്ക് ഫ്രോഡെന്ന് പറയും. ബ്ലാക്ക് ഫ്രോഡ്, കറുത്ത ഒരു കാപട്യ മുഖമുള്ള ആളാണ്. കാര്യം നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ആ ഉടമ്പടി ഒരു കാലത്തും മുളക്കത്തില്ല. ഇനി മുളച്ചാൽ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. എന്താ കാര്യം? നീ ഇനിയെങ്കിലും ദൈവത്തെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. നട്ടല് വാഴപ്പിണ്ടിയായിട്ട് നടക്കരുത്. മറിച്ച് കുരിശ് കയറിയപ്പോൾ പോലും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാക്ക് പോലും പിന്നോട്ടെടുക്കാതെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പറഞ്ഞവനാണ്. അവൻ്റെ രക്തത്തിലാണ് നിൻ്റെ ഉടമ്പടി മുദ്ര വെച്ചിരിക്കുന്നത്. നിൻ്റെ വിശ്വസ്തത ഓരോ ദിവസവും വെളിപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തോടെ നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവസാനം അക്ഷിതയുടെ എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യും, വളരെ സുന്ദരമായിട്ട് ചെയ്യാം. ഒരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം അവൾ ഈശോയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സാക്ഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് വലിയൊരു കർട്ടം വന്ന് വീണ പോലെ കർട്ടം വന്ന് വീണ, അത് നടക്കത്തില്ല. പക്ഷേ ഒരു ദിവസം അക്ഷിത എന്നെ കാണാൻ വന്നു. ഇവിടെ വെച്ചാൽ ഡൽഹി വെച്ച് ഞാൻ ഡൽഹി ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു ബ്ലെസ്സിങ് അവിടെ നമുക്ക് ആര് വരുന്നത് ആര് പോകണമെന്ന് ആരും അറിയത്തില്ല. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അപ്പം പറ്റുന്നവരൊക്കെ ഞാൻ ബ്ലെസ് ചെയ്ത് വിട്ട്. പക്ഷേ ആ ഒറ്റ ബ്ലെസ്സിങ്ങോട് കൂടി അവർ രക്ഷപ്പെട്ട്.
അപ്പോഴൊക്കെ മനസ്സിലായി അത്രയും നാൾ നടക്കാതിരുന്ന വലിയ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യം അവർക്ക് നടന്ന് കിട്ടി. അതോടുകൂടി അവർക്ക് മനസ്സിലായി ദൈവമാണിത് ചെയ്യണമെന്ന്. അതോടുകൂടി അവർ വിശ്വാസം അവർ വർക്ക് ചെയ്യുന്ന ക്യാമ്പിൽ തന്നെ അവർ പണ്ടിങ്ങനെ മറച്ച് വെക്കുകയുള്ളൂ. ലാപ്ടോപ്പിൽ കൃപാസന മാതാവിൻ്റെ കാശിലും തന്നെ ഒട്ടിച്ചിട്ട് അത് കൂട്ടുകാർ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ച് വെക്കും. ഇവരിത് നടന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ കൃപാസന മാതാവിൻ്റെ പടം എടുത്ത് അവരെ ക്യാബിൽ വെച്ച് പരസ്യമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഓർക്കണം, ഷീസ് നോട്ട് എ ക്രിസ്ത്യൻ. അവർ ക്രിസ്ത്യൻ അല്ല. അതുകൊണ്ടാണ് അവർ അത് മറച്ചു വെച്ചത്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ക്രിസ്ത്യനാണ്, എന്നിട്ട് നിങ്ങൾ മറക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം. കർത്താവിനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ആദ്യം ദൈവവും പിന്നെ നീ എവിടെയെല്ലാം ഇടപെടുന്നു ആ സമൂഹമെല്ലാം അറിയിക്കാനുള്ള ധൈര്യത്തിനായി അഭിഷേകത്തിനായി നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മറ്റുള്ളവരുടെ മുമ്പില്, മനുഷ്യരുടെ മുമ്പില് നിന്റെ നാമത്തെ ഏറ്റുപറയുവാൻ യേശുവേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനം തേടണമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. വേർപാടിനെ കുറിച്ച് സംസാരിക്കും. ഉടമ്പടിയും വേർപാടും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ ഉടമ്പടിക്കിടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ വേർപെടേണ്ടി വരും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് ചിലപ്പോൾ കുപ്പിക്കൂട്ടങ്ങളായിരിക്കാം, കുപ്പി വെച്ച് ആഘോഷിക്കുന്ന കൂട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വല്ല സെക്സ് സിനിമയൊക്കെ ഒരുമിച്ച് നിന്ന് കാണുന്ന അത്രയും അലപലാദികളായിട്ടുള്ള കൂട്ടുകാരല്ലേ, എപ്പോഴും സെക്സ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ ദ്വയാർത്ഥം പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ ദൈവത്തിനെതിരെ വാവിളിച്ച ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ടാവും. ഇവരുമായിട്ട് പതുക്കെ നമ്മൾ മാറണം. വേർപാടാണ് ഉടമ്പടി. തമ്മിലൊരുമിച്ച് പോകത്തില്ല. ആ ഒരുമിച്ച് പോകാത്തത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫസറിന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടമാണ്, അയാളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വാവിളിച്ച അയാളുടെ കേമത്വം കാണിക്കാൻ വേണ്ടി അയാൾ ദൈവത്തിനെതിരെ സംസാരിക്കും. അയാളെ കാണ്ടാമൃഗമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടിപ്പിരിയണം. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങളെ ദൈവത്തിനെതിരായുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ഉടമ്പടി ബ്ലൂം ആകാൻ തുടങ്ങും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും തിരിച്ചു പോകണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. നമ്മൾ വിട്ടുപോകുന്ന ഉടമ്പടി പ്രകാരം നമ്മൾ വിട്ടുപോകുന്ന കൂട്ടായ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകണമെന്ന് നമുക്ക് ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണ്. ഉടമ്പടി കാലം കഴിയട്ടെ, ഉടമ്പടി കഴിയുമ്പോൾ വീണ്ടും പഴയ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. എടാ എനിക്ക് ഇത്തിരി സമയം എന്താ, എനിക്കിന്ന കാര്യം നടക്കാനുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോണത്, പിശാചിൻ്റെ അടുത്തേക്കാണ് പോണത്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയണത്? അവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സൊദോമിൽ നിന്ന് പോരാൻ ഉദ്ദേശിച്ച ആളല്ല അവർ സൊദോമിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നോക്കുകയാണ്. അതായത് പുറകിലിങ്ങനെ തീങ്കെന്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഴ ശമിച്ചെങ്കിൽ തിരിച്ചു പോരാം, ലോത്തിനെ തോണ്ടി വീണ്ടും അവിടേക്ക് പോകാം. അവരാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാര്യം ലോത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉപ്പുതൂണ് പോലെ നിൽക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടൂറിസംകാരൊക്കെ നമ്മൾ ഇസ്രായേൽ വിവരിക്കും. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ ഒരു ശാശ്വതമായ മനുഷ്യനും ദൈവത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എബ്രായർ 19:26. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് പണ്ടാരം പിന്തിരിഞ്ഞ് നോക്കി, കണ്ടില്ലേ, ഒരു പുതുവണായി തീർന്നു. പിന്നെ അവളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്ന് അർത്ഥം. മനസ്സിലായല്ലേ? അതായത് ഈ സാധനം വീണ്ടും തിരിച്ചു പോകണമെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ യാത്ര അവസാനിച്ചു. ഈ സാധനം തിരിച്ചു പോകണം. മഴ ഒതുങ്ങിയ തീങ്കന്തകമായിട്ടുള്ള മഴ ഒതുങ്ങിയോ എന്നാൽ പിന്നെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നാൽ എന്താണെന്ന് തിരിഞ്ഞ് അവളെ നോക്കിയതേ ഉള്ളൂ. ഈ സാധനത്തിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ പഴയ പാപജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ
ദൈവത്തിന് 30 കൊണ്ടിൻ്റെ വില നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചതെല്ലാം എന്നോട് ശാസനാപൂർവം നീ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി പ്രകാരം എന്നേക്കുമായി ഉപേക്ഷിച്ച പാപബന്ധങ്ങളെ തിരിച്ചു പോകാതിരിക്കാൻ കർത്താവേ, എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെല്ലാവരും പാപത്തോടും പാപ സാഹചര്യങ്ങളോടും ഇടചൊല്ലുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. നിങ്ങൾക്ക് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണേ, എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവർ കർത്താവിനോട് സഹിത്വം ചേർന്ന കൊണ്ടും ഉടമ്പടിയുടെ വിശ്വസ്തത ഉണ്ടായിരുന്ന കൊണ്ടുമാണ് അവർ തിരിച്ചു പോരാതിരുന്നത്. തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോരാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാർ. തിരിച്ചു പോരാൻ, പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു പോരാൻ, രഹസ്യമായ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാരെന്ന് പറയണത്. ഹെബ്രായർ 11:15 വായിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹെബ്രായർ 11:15 തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. സംഭവം ഒന്നുകൂടി വായിച്ചു. ഹെബ്രായർ 11:15 വായിച്ചു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായോ? വീണ്ടും പഴയ ജീവിതം നിങ്ങളുടെ ഉടമ്പടി ചിലരുടെ ഉടമ്പടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താണ്? ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകാമെന്ന്. മറിച്ച് ഈ രണ്ട് കക്ഷി, ഇപ്പോൾ അക്ഷിതയായാലും ശരി, നേരത്തെ വന്ന പ്രിൻസിലായാലും ശരി, അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ടിൻഡു ടീച്ചറായാലും ശരി, കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത്. ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഞാൻ അക്ഷിതയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിലായോടും പറഞ്ഞു, നിന്നെ ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതലെ പോലെ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും. അവർക്ക് എന്തു വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല, നിങ്ങൾ ആ സാക്ഷ്യം കേട്ടാൽ മതി. കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാവും. കൈയിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഇൻറ്റിമേറ്റ്
ഉടമ്പടി ഡിമാൻഡ്സ് ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. നിങ്ങൾ ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വീട്, ജോലി, വിവാഹം, വാടക ഒന്നും വരും, ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് എന്നുവെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ 50% താഴെയാണ് നിങ്ങളുടെ മാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ, നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ്. കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ്. അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ, എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന്, എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ, എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ്. ഏതാണെന്ന് എനിക്ക് അറിയാത്ത, ഞാൻ പിന്നെ നോക്കിയെടുത്ത്. അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി വിളിക്കണത്. എന്താ വിളിക്കണത്? എൻ്റെ ജനമേ, എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി. അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എസെക്കിയേൽ 37:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 37:13 എൻ്റെ ജനമേ, പറഞ്ഞേ, എൻ്റെ ജനമേ, എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇതാണ് വിഷയം. ഞാനാണ് കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്. അങ്ങനെ ഒരിക്കൽ ദൈവവേദല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും. കടങ്ങളായാലും ശരി, ജോലി, വീട്, വിവാഹം, നിൻ്റെ രോഗം, എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത്. അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാനാണ് നിൻ്റെ ദൈവം. പിന്നെ എന്താ സംഭവിക്കണത്? അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും. ഹെബ്രായർ 4:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാഹത്തിൻ മുൻപേ നിന്നെ അറിയുന്നു ഞാനെന്നും സംഭവിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭവിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. ഹെബ്രായർ 6:4 ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു, നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും രുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ
പിന്നെ അത് നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം. കാര്യം നിങ്ങൾ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ, കാര്യം അനുതാപത്തേക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ. കാര്യം ഉടമ്പടിയുടെ സമയത്ത് 2015 ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത്. അതിൻ്റെ പകുതി തന്നത് വിജയകുമാറിനാണ്. വിജയകുമാർ എന്നോട് ദൈവം എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ 4 ജവന്മാരെ ചെല്ലാൻ ഞാൻ കിഴക്ക് വേകുലമാതാവിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പർ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത്. സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത്. അത് കൂട്ടി വായിച്ചപ്പോൾ വേളാങ്കണ്ണി മലയാളം പള്ളി വെച്ചാണ് അമ്മ പറഞ്ഞത്, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ്. അനുതാപം. അപ്പോൾ ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പ എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഈശോയുടെ വചനം. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും പാപത്തിന്റെ പഴയ വഴികൾ പൂർണ്ണമായി പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ എബ്രായർ 4:6 വായിച്ചില്ലേ, അവിടെ ഒരിക്കലും പ്രകാശം ലഭിച്ചതിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നൽകുന്ന പല കാര്യങ്ങൾ അതെല്ലാം ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും. അതാണ് സംഭവം. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നു എന്നുള്ള ഒരു പ്രോസസ്സ്. ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവഗണിച്ചു പോകുന്ന സംഭവം പരിശുദ്ധാത്മാവിനാണ്. നിങ്ങൾ പറയുന്നത് ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് കല്യാണം നടന്നു വസ്തു വിറ്റു എന്നാണ് പറയണത്. പക്ഷേ വചനം അങ്ങനെയല്ല പറയണത്. വചനം നിങ്ങളെ കല്ലറയും തുറന്ന്, കടത്തിൻ്റെ കല്ലറയിൽ നിന്ന്, രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, കല്യാണം ഒക്കാത്ത കല്ലറയിൽ നിന്ന്, പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ നിന്ന്, എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താ സംഭവിച്ചത്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണത് വചനം. മനസ്സിലായില്ലേ? ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇപ്പം തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരാണ് അവരുടെ പേരെന്നാ, അതായത് ആ പാമ്പ് കടിയേറി ചേച്ചിയില്ലേ, അതായത് ആൻസി സണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആൻസി സണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവരുടെ ഹൃദയത്തിന് ദൈവം പേടി കൊടുത്തില്ല, പൊതിഞ്ഞു കളഞ്ഞു. അല്ലേ? പേടിക്കേണ്ട ആളവരാണ്, കണ്ടു നിന്നവരാണ്. കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവാണ് ഇവർക്ക് അഭിഷേകം കൊടുത്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസെക്കിയേലിൻ്റെ 36:26 വായിച്ചാൽ മതി. എസെക്കിയേൽ 36:26. ശ്രുതികട ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതാ സംഭവം. എസെക്കിയേൽ 36:26. ആൻസി സണ്ണിയുടെ മരണത്തോട് മല്ലടിക്കുന്ന പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ്? ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു പുതിയ ഹൃദയം. പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും.
ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണത്? പുതിയ ചൈതന്യമാണ്, ആത്മാവിലാണ് കൊടുക്കുന്നത്. ആത്മാവിൽ പങ്കുകാരാകുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കൽ ഓർ സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം ഉണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ. അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് എന്താണ്? ഐ വിൽ ഗിവ് എ ന്യൂ ഹാർട്ട്. എസെക്കിയേൽ 36:26. ഐ വിൽ ഗിവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ പുട്ട് എ ന്യൂ സ്പിരിറ്റ് വിത്തിൻ യു. ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ആ സംഭവം. അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിലും നൽകാം. ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ 92:18 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 92:10 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതായത് പുതിയ ചൈതന്യം, പുതിയ ആത്മാവ്, പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്വത്തിന് പറ്റുന്ന നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ? വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളെടുത്ത് ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപം 3:23. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപങ്ങൾ 3:23. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ കൺഫ്രണ്ടിങ് എ ന്യൂ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു അസൈൻമെൻറ്റാണിത്. ഇപ്പം നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയും, ഒരു വേദന തീരുന്ന മുമ്പ് വേറെ ഒരു വേദന വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ സാഹിത്യമല്ല പറയണത്. ഒരു പുതിയ ഇഷ്യൂ വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ, ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദം വരാൻ പോകുന്നു. കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത്. ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവത്തിനെ നീ വിശ്വസിക്കണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവത്തിന്, അതായത് ആ വിഷയത്തിന് പറ്റിയ പരിശുദ്ധാത്മാവ്, ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ്. ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത്? അവർക്കെന്താ വേണ്ടത്? അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത്, അല്ലേ? അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്. പക്ഷെ നാളെ നിനക്ക് ജപ്തിയാണെന്ന് വിചാരിച്ചോ, അപ്പോഴേ ജപ്തി വരുമ്പോൾ നിനക്കുണ്ടാകണം എന്താണ്? ധൈര്യമല്ല വേണ്ടത്, ആക്ഷേപമാണ്. ആൾക്കാരുടെ നടയിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മുദ്ര വെക്കണമെങ്കിൽ നമുക്ക് പേടിയല്ലല്ലോ ഉള്ളത്. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ്. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 92:10. അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത്. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതകളാണ്. അതായത് നമ്മളെ ദൈവം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ നിറക്കുന്നതിന് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കണക്റ്റഡ് ആകുന്നത്. ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകണമെന്നാണ്. പുതിയ അനുഭവം, നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി,
നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ്. അല്ല, ടേക്ക് ദ വേർഡ് അപ്പോൾ ഐസക്, അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ 17:30 27 തൊട്ട് വായാണ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17, 26, 27 തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങൾ കണ്ടില്ലേ? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമുക്ക് തരാൻ അഭിഷേകത്തിന് പുതിയ അഭിഷേകം. ഇപ്പം 92:10 നിനക്ക് ഞാൻ ഒരു പുതിയ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും, പുതിയ അഭിഷേകം അല്ലേ? അതുപോലെ തന്നെ അതുപോലെ തന്നെ വിലാപ പുസ്തകം 3:23 ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹം നൽകുമെന്ന് പറയും. അപ്പോഴിത് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ അത് നമുക്ക് ലഭിക്കണത് പുതിയ കാലാവസ്ഥയിലൂടെ വരുമ്പോൾ പുതിയ അനുഭവവും പുതിയ അഭിഷേകവുമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലെ ആയിരിക്കണം നമ്മൾ, ഞാനും നിങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് എന്താണ്, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നില്ല, ഓരോ വിഷയങ്ങൾക്കും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നത്. നമ്മളെ മരിയൻ സ്പിരിച്വാലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി പവേഡ് ബൈ കവനൻ പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാര്യത്തിൽ ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. കാലങ്ങൾ ഇങ്ങനെ മാറി വന്നാലും ഇതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ ചങ്ങാത്തം. ഇതിനെക്കുറിച്ച് പുലബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ നിസ്സാര കാര്യം വരുമ്പോൾ വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കണ്ട അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ സെക്സ് കണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണത് ചുമ്മാ ഒരു പട്ടിഷോയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ വിഷയം. ഇങ്ങനെ ഈ ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ലല്ലോ, ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബി ബോൾഡ് ഇനഫ്, നിങ്ങളിതിനെ ഫേസ് ചെയ്യണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും നിങ്ങളെയും പുതിയ അഭിഷേകം തരാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും നിങ്ങളെയും പുതിയ സ്നേഹത്താൽ നിറക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് പുതിയ കാലാവസ്ഥ തരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പട്ടിഷോക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദക്ക് ദൈവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ ഈ ദൈവവും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അതിൻ്റെ കാവൽക്കാരിയാണ് പരിശുദ്ധ അമ്മ, അതിൻ്റെ മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഉടമ്പടി കാലാവസ്ഥകള് വിവേചിച്ച് മനസ്സിലാക്കാനും ലോത്തിന്റെ ഭാര്യയെപ്പോലെ പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാൻ അഭിവാഞ്ച കാണിക്കാതെ അബ്രാഹത്തെ പോലെ തിരികെ പോകാൻ അവസരമുണ്ടായിട്ടും അവസരങ്ങളോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് എവിടെ പോയാലും എന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിലെ പൂർണ്ണമായി വിശ്വസിച്ചും പ്രത്യാശിച്ചും ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സുവിശേഷ കൃപയിലെ എന്നെ ആമഗ്നമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. അച്ഛൻ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെ സ്വസ്തിക പോലെ കൈനെഞ്ചത്ത് വെച്ച് സർവം സമർപ്പിച്ച് കർത്തൃദിവസത്തിന് ഒരു അഭിഷേകം സ്വീകരിക്കുക. എഴുന്നേൽക്കുക.
അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. പുരുഷന്മാർ സ്ത്രീകളായിട്ട് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ നീ ഊതിക്കത്തി, അതിൻ്റെ അഭിഷേകത്തെ നീ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ശിരസ് കൈവെക്കുക. 3 പേരാ നിൽക്കണമെങ്കിൽ 3 പേരായിട്ടും കൈ ശിരസിൽ വെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ ഈശോ അഭിഷേകം ചെയ്യും. നേരത്തെ ധ്യാനത്തിൽ കേട്ട പുതിയ അഭിഷേകം, ഒരു പ്രഭാതത്തിലും വേണ്ടി വരുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന അഭിഷേകം, എല്ലാത്തിനും തരം ജീവിക്കാനുള്ള ആവേശജലമായ ആത്മധൈര്യം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന സമയമാണ്. അതേസമയം തന്നെ രോഗങ്ങൾ, പീഡകൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സങ്കടങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും തടം ചെയ്യാനുള്ള ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ഇടുമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, വിലാപങ്ങളുടെ പുസ്തകം 3:23 പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഇപ്പോൾ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ പുതിയ സ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. സങ്കീർത്തനം 92:10 പ്രാർത്ഥിക്കുന്ന പുതിയ തൈലത്താൽ കർത്താവെ മക്കളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് എ ന്യൂ സ്പിരിറ്റ്. കർത്താവേ, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, പുതിയ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് അളിച്ച കർത്താവേ, എല്ലാത്തിനെയും ഉടമ്പടി പാലിക്കുകയും ലോകത്തിൻ്റെ ഭാര്യയെപ്പോലെ തിരിച്ചു പോരാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ ഹൃദയത്താൽ അങ്ങ് മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജനമേ, എസെക്കിയേൽ 37:13 പ്രാർത്ഥിക്കുന്നു. കല്ലറകൾ തുറന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനാണ് നിന്റെ ദൈവമെന്ന്. കർത്താവെ, അനേകം കല്ലറകളിൽ അങ്ങയുടെ മക്കള് ചീഞ്ഞ ജഡമായി ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കണ്ണീരോടെ ഇരിക്കുക. അവിടെയെല്ലാം ആത്മാവിനെ അവശേഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് ദം മൈ ന്യൂ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിങ്ങളെ കയക്കും. കർത്താവേ, ഹെബ്രായർ 4:6 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പങ്കാളികളായിക്കൊണ്ട് അനുദിനമുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവേ മക്കളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് അടിപ്പിട പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഐസയ 43:2 പ്രാർത്ഥിക്കുന്നു. അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, മുക്കിക്കളയത്തില്ല. കർത്താവേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ. ഓരോ മക്കളിലേക്ക് കർത്താവേ അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സൗഖ്യം കർത്താവേ മക്കളിലേക്ക് അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യവാഗ്ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ.
ചൈതന്യമേ, ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യ